എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ഇവിടെ ചെയ്യുന്നത് 2 ദിവസം മുമ്പ് ഒരു വലിയ പ്രൈവറ്റ് ബസ് അപകടത്തിൽപ്പെടുകയും ആ ബസ് 2ആയി ഡിവൈഡർ ഇടിച്ച് ഒടിഞ്ഞു മാറുകയും ചെയ്തു. മരണം സംഭവിച്ചു. ചിലർ ഹോസ്പിറ്റലിലാകുകയും ചെയ്തു. ഞാൻ ഈ മാസങ്ങളിൽ ഒത്തിരി പ്രാവശ്യം കാറിൽ ഇതേ വഴിയിൽ കൂടെ കണ്ണൂരിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് ഞാൻ വന്നതേ ഉള്ളൂ. കണ്ണൂരിൽ നിന്ന് ഇതേ വഴി യാത്ര ചെയ്താണ് വീട്ടിലെത്തിയത്. ഞാൻ പറയട്ടെ, ഈ വഴി അപകടകരമായ വഴിയൊന്നുമല്ല. നല്ല യാത്ര ചെയ്ത് കിലോമീറ്ററൊക്കെ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് പോയിട്ട് വരാൻ സാധിക്കും. ഇവിടെ അപകടം സംഭവിക്കാനുള്ള മെയിൻ കാരണം ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ അമിതമായ വേഗതയാണ്. ഞാൻ ഈ കണ്ണൂരിൽ നിന്ന് ഈ വഴി ഇപ്പോൾ ഈ അപകടം സംഭവിച്ചത് കോഴിക്കോടും കണ്ണൂരിൻ്റെ റോഡിലാണ്. ഈ വഴിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭയമുണ്ടാക്കുന്ന രീതിയിൽ യാത്ര ചെയ്തതും വാഹനം ഓടിച്ചതും അപകടമുണ്ടാക്കാൻ കാരണമായ രീതിയിൽ വാഹനം ഓടിച്ചതൊക്കെയും പ്രൈവറ്റ് ബസ്സുകാർ മാത്രമാണ്. മറ്റൊരു പ്രൈവറ്റ് വാഹനങ്ങളും ഇത്തരത്തിലുള്ള അപകടമുണ്ടാക്കത്തക്ക രീതിയിൽ ഓടിച്ചിട്ടില്ല. കാര്യം ഞാൻ വാഹനം കാറിലാണ് പോയിട്ട് വന്നത് ഇത്രയും ദിവസങ്ങളിൽ. പോകുന്ന സമയത്ത് ഇടത് സൈഡിൽ കൂടെ സ്ഥലം ഒരു പരിമിതിയാണ്. എന്നാൽ ഈ പരിമിതമാകുന്ന സമയത്തിലും സ്ഥലത്തിലും കൂടെ ഈ പ്രൈവറ്റ് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റി. എൻ്റെ വാഹനത്തെ പോലും ഇടിക്കത്തക്ക രീതിയിൽ അപകടമുണ്ടാക്കത്തക്ക രീതിയിൽ പ്രൈവറ്റ് ബസ്സുകാർ മാത്രമാണ് ഇത് ചെയ്യുന്നത്. മറ്റ് വാഹനങ്ങൾ എന്താ ചെയ്യുക, നിർത്തി ക്യൂ പാലിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് വാഹനം ബസ് ഭയങ്കര അപകടമാണ്. പ്രൈവറ്റ് ബസ് ഈ അപകടം സംഭവിക്കുന്ന കാര്യം അവിടെ ഉണ്ടാകുന്ന വളരെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എത്രയോ വാഹനങ്ങൾ അവിടെ ഉണ്ടാകണം, ഞാൻ സഞ്ചരിച്ചില്ലേ. ഈ വാഹന അപകടം ഉണ്ടാകാനുള്ള മെയിൻ കാരണം ഈ പ്രൈവറ്റ് ബസ്സുകാർ അശ്രദ്ധമാകുന്ന യാത്രയാണ്. 2, അമിതമായ വേഗത. മറ്റു വാഹനങ്ങളെയും മറ്റു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ജീവിതങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെയാണ് ഈ പ്രൈവറ്റ് ബസ്സുകാർ യാത്ര ചെയ്യുന്നത്, വാഹനം ഓടിക്കുന്നത്. ഇത് ഗവൺമെൻറ് മാറിയാലൊന്നും ഇത് മാറില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ റോഡിൽ ഒരു മോട്ടോർ വെഹിക്കിളിൽ ഒരു ഉദ്യോഗസ്ഥ ചെക്കിംഗ് ഇല്ല. ഹെൽമെറ്റിന് വേണ്ടിയിട്ടോ അമിത വേഗത കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഒരു MDV അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഉദ്യോഗസ്ഥ കാണില്ല. തോന്നുന്ന പോലെയാണ് വാഹനം. പ്രൈവറ്റ് ബസ്സുകാർ ഭയങ്കര പോക്കാണ്. തോന്നുന്ന പോലെയാണ് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം രാഷ്ട്രം പറയുന്നതല്ല, നമ്മുടെ ഗണേഷ് ഇരുന്ന സമയത്ത് അല്പമെങ്കിലും ഈ ഗതാഗത വകുപ്പിൽ ജാഗരൂകത ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അനുഭവം പറയുന്നതാണ്. ഈ ദിവസം 2 മാസം കണ്ട അനുഭവം പറയുന്നതാണ്. ഒരു മോട്ടോർ വെഹിക്കിൾ ചുമ്മാണ്. ഇവരൊക്കെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെയും ചുമ്മാ പ്രഹസനമാണ് നടത്തുന്നത്. അമിത വേഗത്തിൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ പിടിക്കുന്നതിനോ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനോ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ യാത്ര ചെയ്ത ഈ യാത്രയിൽ ഈ വാഹനങ്ങളെ കൺട്രോൾ ചെയ്യുവാനും സൂക്ഷിക്കുവാനും ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ വന്ന് ചെയ്തിരുന്നുവെങ്കിൽ ബസ്സുകാരൊക്കെയും ഭയപ്പെട്ട് വാഹനം അമിതമായ വേഗത നിയന്ത്രിച്ച് അവർ കൊടുത്തിരിക്കുന്ന രീതി ഓടിക്കുമായിരുന്നു. ഇത് ഗവൺമെൻറ്റൊക്കെ ചുമ്മാ ഏത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഇതൊക്കെ വെറുതെയാണ്, പ്രഹസനമാണ്. പാർട്ടി മാറി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര പിന്നെ നമ്മുടെ ഈ ഗതാഗത മന്ത്രിമാരെ ഒന്നും നടന്നിട്ടില്ല. ആദ്യമേ ചെയ്യേണ്ടത് ഈ മോട്ടോർ ബൈക്കിൻ്റെ പ്രഹസനങ്ങൾ മാറ്റി ചുമ്മാ ഈ പാവപ്പെട്ട രാവിലെ ജോലിക്ക് പോയിട്ട് വരുന്നവൻ്റെ 500 രൂപ പിടിച്ചു വയ്ക്കുക റോഡിൽ നിൽക്കുന്ന പ്രവണത മാറ്റിയിട്ട് ഹെൽമെറ്റ് വെക്കണം, അത് വച്ച് തന്നെ ആകണം. എന്നാലും അത് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതേപോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഈ പ്രൈവറ്റ് ബസ്സുകാരെ കൺട്രോൾ ചെയ്താൽ അപകടങ്ങളൊക്കെ ഒഴിയും. അല്ലെങ്കിൽ ഇനി അപകടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നുമല്ല അപകടങ്ങൾ. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് മാധ്യമ ശ്രദ്ധ പിടിച്ചു വെച്ച അപകടമായതുകൊണ്ട് മാത്രമാണ് ഈ നാട്ടിൽ അറിഞ്ഞത്. ഇല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ എത്രയും പ്രൈവറ്റ് ബസ് അപകടപ്പെട്ട് കിടക്കുന്നത് അറിയാമോ? ചെറിയ വാഹനങ്ങൾ തട്ടി അങ്ങോട്ട് പോകുന്ന യാത്രയ്ക്ക് പ്രൈവറ്റ് ബസ്സുകാരും ഈ ചെറിയ വാഹനമൊക്കെ തമ്മിൽ മിക്കപ്പോഴും തർക്കമാണ്, അടികളും പ്രശ്നങ്ങളും ഉന്തം തള്ളലുമാണ്. കാര്യം പ്രൈവറ്റ് ബസ്സുകാരുടെ യാത്ര അങ്ങനെയാണ്. ഇപ്പോൾ ഇതുവരെ അപകടപ്പെട്ട് വലിയ സംഭവം ആയതുകൊണ്ടാണ് മാധ്യമ ശ്രദ്ധ പറ്റിയത്. അല്ലെങ്കിൽ മിക്ക അപകടം സംഭവിക്കുന്നുണ്ട്. എല്ലാ അപകടത്തിൻ്റെ ഒരു സൈഡിൽ ഈ പ്രൈവറ്റ് ബസ്സുകാരാണ്. കാറായാലും അല്ലെങ്കിൽ മറ്റ് ട്രാവലറായാലും ബൈക്കായാലും പിന്നെ മറ്റ് ലോറികളായാലും ഏത് വാഹനം അപകടപ്പെട്ടാൽ ഒരു സൈഡിൽ പ്രൈവറ്റ് ബസ്സുകാർ തന്നെയാണ്. പ്രൈവറ്റ് ബസ്സുകാർ തന്നെയാണ്. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് ഈ പ്രൈവറ്റ് ബസ്സുകാരെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ അപകടം നിൽക്കില്ല, മരണം സംഭവിക്കും. എന്ത് സ്പീഡാണ് അവർ പോകുന്നത്. മറ്റു ചെറുവാഹനം പോകുന്ന യാത്രക്കാർ ഒരു വിലയും കൊടുക്കുക അതിനൊരു യാത്ര ചെയ്യുന്നത്. സത്യം പറയുന്നത്, ഞങ്ങൾ ഈ അനുഭവത്തിൽ പറയുന്നതാണ്. ഞാൻ ഈ പറയാൻ കാര്യം ഗതാഗത മന്ത്രി എന്തൊക്കെ പറഞ്ഞു വിടുന്നതാണ്, ചുമ്മാതാണ്. ഗതാഗത മന്ത്രി വീട്ടിലിരിക്കും, ഓഫീസിലിരിക്കും.
ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് റോഡിൽ ഇറക്കി ഈ പ്രൈവറ്റ് വാഹനം ഇതേപോലെ പ്രൈവറ്റ് ബസ്സുകൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ അപകടം കുറയത്തുള്ളൂ. അല്ലാതെ ഇവിടെ മാധ്യമം 2 ദിവസം ഭയങ്കര സംഭവം, ഇനിയിപ്പോൾ കുറേ പ്രാവശ്യം മാധ്യമം എടുത്ത് അലക്കി, മാധ്യമം മറന്നുപോയി. ഇനിയിപ്പോൾ 2 ദിവസം ഭയങ്കര ചെക്കിംഗ് ആയിരിക്കും. MVD. ഇനിയൊന്നുമില്ല. ഇപ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ അവരവിടെ വീട്ടിൽ കിടന്നുറങ്ങും, അപകടം നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ പ്രൈവറ്റ് ബസ്സുകാർ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയാൽ മാത്രം മതി. ആ റൂട്ടിലെ അപകടങ്ങളൊക്കെ മാറും. ഞാൻ ഈ യാത്ര ചെയ്തതിൽ വേറെ ഒരു വാഹന അപകടം ഉണ്ടായിട്ടില്ല. ഞാൻ പല പ്രാവശ്യം ഈ ബസ് കണ്ണൂർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരുന്നുണ്ട്. ഒരു വാഹന അപകടം ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായത് ഈ പ്രൈവറ്റ് ബസ്സിൽ മാത്രം തന്നെയാണ്. അതിലേക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യുക, എങ്കിൽ അപകടം കുറയും. അല്ലാതെ ഈ ബസ് മറിഞ്ഞത് പുള്ളിക്ക് അവിടെ മനമുണ്ടായിരുന്നു, മഴ, ഞാൻ വരുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന പുറകിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. മഴ നനഞ്ഞ പ്രതലായ റോഡിൽ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ വേഗത്തിൽ തന്നെ വന്നതാണ്. പക്ഷേ അമിതമായ സ്പീഡിൽ വന്ന് ചവിട്ടിയാൽ അതുകൊണ്ടാണ് ഈ വാഹനം അപകടപ്പെട്ടത്. അമിതമായ സ്പീഡാണ്. പരിമിതി ഗവൺമെൻറ്റിൽ കൊടുത്തിരിക്കുന്ന പരിമിത സ്പീഡ് വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കില്ല. അതിനപ്പുറമായ സ്പീഡിലാണ് ഈ വാഹനം ബസ് വന്നത്. ഈ ബസ് മാത്രമല്ല, പല പ്രൈവറ്റ് ബസ്സുകാരും ഇങ്ങനെ തന്നെയാണ് ഓടിക്കുന്നത്. അതിനെന്തെങ്കിലും പരിമിതി കാണാം. റോഡ് പിടിച്ച് മാറ്റിയിട്ട് കാര്യമില്ല. ഈ ബസ്സുകാരെ സൂക്ഷിച്ച് അപകടം കുറയും. ശ്രദ്ധിക്കുക, എന്നാൽ ജീവനെ തിരിച്ചറിയാൻ പറ്റും.